ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ. ഞാനൊരു പീഡിയാട്രിക് ഡെന്റിസ്റ്റാണ്, അതായത് കുട്ടികളുടെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്. ഇന്നത്തെ കാലത്ത് പീഡിയാട്രിക് പ്രാക്ടീസിൽ നമ്മൾ ഏറ്റവും കണ്ടുവരുന്നൊരു പ്രോബ്ലം നെഗ്ലക്റ്റ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിചരിക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ പാൽപ്പല്ലുകൾ അഥവാ പ്രൈമറി ടീത്തിൽ വരുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് പാൽപ്പല്ലല്ലേ, പോകുന്ന പല്ലല്ലേ, അതിനെ അത്രയും തന്നെ കരിയാ പോലെയുള്ള കാരണത്താൽ അത് നെഗറ്റഡ് ആവുന്നു. അത് ടീത്ത് അഥവാ പ്രൈമറി ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് 6 മാസം മുതൽ 9 മാസം വരെ പ്രായത്തിൽ വന്നു തുടങ്ങി ഒരു 3-3.5 വയസ്സ് വരെ വന്ന് പിന്നീട് 9 തൊട്ട് 10 വയസ്സ് വരെ നിൽക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അതിൽ മുൻനിരയിലെ പല്ലുകൾ 6-7 വയസ്സാകുമ്പോൾ ഒഴിഞ്ഞു തുടങ്ങാം. പക്ഷേ പിന്നിരയിലെ പല്ലുകൾ, കോമ്പല് മുതൽ ബാക്കിലേക്കുള്ള പല്ലുകൾ 9 മുതൽ 11 വയസ്സ് വരെ പ്രായം കഴിഞ്ഞിട്ട് മാത്രമേ ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് അഥവാ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മുടെ പ്രാക്ടീസിൽ ഇപ്പോൾ കാണാറ്. സോ 2 വയസ്സ് 3 വയസ്സ് മുതൽ കുട്ടികൾ വളരെയധികം മോശം അവസ്ഥയുടെ കേടുകളായിട്ട് വരുമ്പോൾ അത് 9-10 വയസ്സ് വരെ നിൽക്കേണ്ട പല്ലുകളാണെന്ന് പറയുമ്പോൾ അപ്പോഴാണ് പേരൻസ് അറിയുന്നത് ദർ ഇസ് എൻ ഇഷ്യൂ. പ്രധാനമായിട്ടും എങ്ങനെ ബ്രഷ് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ജനിച്ച കുട്ടി പാൽപ്പല്ലുകൾ വരുന്നതിന് മുമ്പാണെങ്കിൽ ആ സമയത്ത് അവരെ മോണയെ വിളിക്കുന്ന പേരാണ് ഗം പാഡ്സ്. ഈ ഗം പാഡ്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നനഞ്ഞ തുണി നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് ചുറ്റിക്കൊണ്ട് ഒരു കോട്ടണോ നനഞ്ഞ തുണിയോ ചുറ്റിക്കൊണ്ട് നമ്മൾ കുട്ടികളുടെ ഗംസ് ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോകോൾ. അപ്പോൾ ഗം പാഡ്സിന്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമൂലം വായിൽ വരുന്ന ഓറൽ ത്രഷ് അല്ലെങ്കിൽ കാൻഡിഡിയാസിസ്, പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന കുട്ടി നാക്കിൽ ഒരു വൈറ്റ് കോട്ടിംഗ് പോലെ വരുന്നത് ആണ് കോമഡി കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ. അത് ബേസിക്കലി പാല് വായിൽ കുട്ടിക്കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ടങ്ങിന്റെ ക്ലീനിങ്ങും നാക്കിന്റെ ക്ലീനിങ്ങും ഗം പാഡ്സിന്റെ ക്ലീനിങ്ങുമാണ് പ്രാധാന്യം അർഹിക്കുന്നത്. പിന്നെ പല്ലുകൾ വന്നു തുടങ്ങിയാൽ ആദ്യം പല്ല് വന്നതിന് ശേഷം തന്നെ ഫിംഗർ ബ്രഷിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫിംഗർ ബ്രഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ വിരലിൽ ടിപ്പിൽ ഇടാവുന്ന സിലിക്കണിന്റെ ബ്രഷസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ നൈലോണിന്റെ നോർമൽ ബ്രഷസ്, അത് കുട്ടികളുടെ ഏജ് സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഹെഡ് സൈസ് ചെറുതുള്ള ബ്രഷസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൂത്ത് പേസ്റ്റിന്റെ ഉപയോഗം 2 വയസ്സ് വരെ നിർബന്ധമുള്ളതല്ല. കാരണം കുട്ടികൾ ഒരു മെജോറിറ്റി ഓഫ് ആ പദ അത് അവർ വിഴുങ്ങി കളയുന്നതിന്റെ കാരണം കൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പീഡിയാട്രിക് അക്കാഡമി റെക്കമെൻഡ് ചെയ്യുന്നത് പീ സൈസ് അല്ലെങ്കിൽ ഒരു പയറുമണി വലിപ്പത്തിലുള്ള പേസ്റ്റ് മാത്രമേ വലിയ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരു അരിമണിയുടെ വലിപ്പം, ഒരു ഗ്രെയിൻ സൈസ് ആയിട്ടുള്ള പേസ്റ്റ് അത് ബ്രിസിൽസിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യാം. കുട്ടിക്ക് കേട് വരാനുള്ള പ്രവണത കൂടുതലാണെങ്കിൽ ഫ്ലോറിഡേറ്റഡ് പേസ്റ്റ്, അത് കുട്ടികളുടെ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലോറിഡേറ്റഡ് പേസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ബ്രഷിംഗ് എപ്പോഴും മോണിറ്റേർഡ് അല്ലെങ്കിൽ ഗൈഡഡ് ബ്രഷിംഗ് ആണ്. കുട്ടി ഒരു ഏജ് പരിധി വരെ ഒരു 6-7 വയസ്സ് കഴിഞ്ഞ് കുട്ടി സ്വയം പര്യാപ്തതയിൽ എത്തുമ്പോൾ കൈയുടെ വഴക്കം ബ്രഷിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ മാത്രം ആയിട്ടുണ്ടാവില്ലാത്തതുകൊണ്ട് ബ്രഷിംഗ് പേരൻസിന്റെ ഗൈഡൻസിൽ വേണം ചെയ്യണം. അപ്പോൾ വായ കുലുക്കുഴിയിൽ തുപ്പാന്നുള്ള ശീലം കുട്ടികളിൽ ചെറിയൊരു കാലത്തെ വളർത്തിയ വന്നാൽ പല്ലിൽ ഒട്ടിക്കിടക്കുന്ന ഭക്ഷണത്തിന്റെ പദാർത്ഥം കാരണം ഉണ്ടാവുന്ന കേട് ഒഴിവാക്കാം. പാൽപ്പല്ലിന്റെ ഇമ്പോർട്ടൻസ്, കുട്ടിയുടെ സ്പീച്ച്, സംസാര ഉച്ചാരണം പ്രോപ്പർ ആവുന്നതിന്, ഭക്ഷണം നല്ല രീതിയിൽ ചവച്ച് കഴിച്ച് ന്യൂട്രീഷൻ അതായത് ആരോഗ്യം പ്രോപ്പർ ആവാൻ, ആൻഡ് കുട്ടിയുടെ കോൺഫിഡൻസ് അതായത് സ്മൈൽ, അവരെ സംസാരിക്കാൻ ഇടപെടുന്ന രീതിയിൽ അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് പാൽപ്പല്ലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം വളരെയധികം കൂടുതലാണ്. പിന്നെ വരുന്ന പുതിയ പല്ലുകളുടെ സ്ഥാനം നിർണ്ണയിക്കാനും അതിനുവേണ്ടിയുള്ള താടിയുടെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കാനും വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് പാൽപ്പല്ലിനെ ഒരു കാരണവശാലും നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം വരരുത്. അപ്പോൾ പുതിയ പല്ല് വരുന്ന സമയം വരെ പാൽപ്പല്ല് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് കേടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്താൽ 6 വയസ്സ് കഴിഞ്ഞ് വരുന്ന പുതിയ പല്ല് അത് റീപ്ലേസ് ആവാത്ത ഫസ്റ്റ് പെർമനന്റ് മോളാന്നുള്ള പല്ല് പാൽപ്പല്ലുകൾ ഉണ്ടാകുന്ന കേട് പിന്നെയുള്ള പുതിയ പല്ലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 6 വയസ്സ് മുതൽ 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് വരെയുള്ള സമയം. കുട്ടികളിൽ വളർന്നു വരുമ്പോൾ ചില ഹാബിറ്റ്സ് ഉണ്ട്. അതായത് വായിൽ വിരൽ വെക്കുക, വിരൽ ചപ്പുക, അല്ലെങ്കിൽ നാക്ക് പുറത്തേക്ക് തള്ളുക, വായ തുറന്നു തുടങ്ങുക. ഇതൊക്കെ മുഖത്തെ താടിയന്റെ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് ഏർലിയർ ബെറ്റർ, അതായത് നേരത്തെ ചികിത്സിച്ചാൽ അല്ലെങ്കിൽ നേരത്തെ ഈ ഹാബിറ്റ്സ് നിർത്തിയാൽ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ അതിന്റെ അവങ്ങി അല്ലെങ്കിൽ പല്ല് പൊങ്ങുന്നതിന്റെ കാരണം, ഗ്യാപ്പുകൾ വരുന്നതിന്റെ കാരണമൊക്കെ നേരത്തെ തന്നെ നിർത്തിയാൽ അത് പിന്നീടുള്ള ഡാമേജ് പെർമനന്റ് ആവാതെ നോക്കാൻ നല്ലതാണ്. Come, let's build a better tomorrow.